ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എടുക്കാൻ പറ്റാവുന്ന ഒരു എൻട്രി മോഡലാണ് ഇന്നത്തെ വീഡിയോ കൂടെ ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എൻട്രി മോഡൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എവിടെ നമുക്ക് എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ ആരും ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോയി ചെക്ക്ഔട്ട് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഈ ഒരു വീക്ക് മാത്രമായിരിക്കും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ വീക്ക് കഴിഞ്ഞ് ആ വീഡിയോ ഡിലീറ്റ് ആവും. നിങ്ങളപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇന്നലെ ഇട്ട വീഡിയോ, പ്രീവിയസ് വീഡിയോ നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ജസ്റ്റ് കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇഫ് യു ആർ നോട്ട് ചെക്കിംഗ് ഔട്ട് നൗ യു ആർ മിസ്സിംഗ് സംതിങ് ബിഗ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോ എടുത്തുള്ള യൂറോ USD ആണ്. ഓക്കെ, യൂറോ USD അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. യൂറോ USD നമ്മൾ എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം എന്ന് പറഞ്ഞത് നമ്മൾ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 hour ടൈം ഫ്രെയിം ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് കാണേണ്ടത്? നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആദ്യം ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാലാണ് നമുക്ക് മാർക്കറ്റിന്റെ ആ ഒരു ഇനീഷ്യൽ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് ആ ഒരു ഡേ എങ്ങോട്ടായിരിക്കും മാർക്കറ്റിന്റെ എക്സ്പാൻഷൻ എന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് വേണം, ഒരു ഡെയിലി ബയേഴ്സ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പോലെ ആയിരിക്കും ഇവിടെ നോർമലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG കാണാൻ പറ്റും, ഇവിടെ ഒരു ഇൻവേഴ്സ് FEG കാണാൻ പറ്റും. അതായത് ഓക്കെ, ജസ്റ്റ് കണ്ടോ, ഈ ഒരു FEG ആണ്, ഇതൊരു FEG ആണ്, ഇതൊരു ബിയറിഷ് FEG ആണ്, ഇതൊരു ഇൻവേഴ്സ് FEG കൂടിയാണ്. അപ്പൊ ഈ ഒരു രണ്ട് റേഞ്ചിനെ അടുപ്പിച്ച് വരുന്നതിന് പറയുന്ന പേരാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്, അതായത് BPR എന്ന് പറയും. അതായത് ഇൻവേഴ്സ് FEG ഒരു സാധാ നോർമൽ FEG കൂടി കൊളാബ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിന് പറയുന്നതാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ഓക്കെ, നിങ്ങൾ ആ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഇപ്പൊ ഇത് ഇൻവേഴ്സ് FEG ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്ക് ഇവിടെ ഒരു ഇൻവേഴ്സ് FEG ഉണ്ട്, ഓർ എൽസ് നമുക്ക് ഈ ഒരു FEG അല്ലെങ്കിൽ ഇൻവേഴ്സ് FEG നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതേപോലെ എടുക്കാം. ബാലൻസ് പ്രൈസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാം. ഇത് സംതിങ് എൽസ് നിങ്ങൾ ഏതോ വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള റേഞ്ചസ് നിങ്ങൾ മാർക്ക് ചെയ്തിടണം നിങ്ങളുടെ, അതായത് ഹൈ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ വലിയൊരു FEGs, ഓർഡർ ബ്ലോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തിടണം നിങ്ങളുടെ ചാർട്ടിൽ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ എൻട്രി ആണോ നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു BPR നമ്മൾ മാർക്ക് ചെയ്തിട്ടു, അതായത് ബാലൻസ് പ്രൈസ് റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഇന്നലെ മുതൽ, അതായത് ഇന്ന് വെനസ്ഡേ അല്ലേ, അപ്പൊ ഇന്നലെ മുതൽ മാർക്കറ്റ് ഈ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിന്റെ ഉള്ളിൽ, അതായത് ഇന്നലെ ആ ഒരു മോർണിംഗ് തൊട്ട് മാർക്കറ്റ് ഈ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പോലെ മാർക്കറ്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നോർമലി നോക്കുന്ന ഒരാൾക്ക് ഇതൊരു കൺസോൾട്ടേഷൻ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് വെച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങോട്ടാ വരുന്നത് എന്നുള്ള വ്യൂ നമുക്കുള്ളത്, മാർക്കറ്റ് ബീറിഷിലോട്ടാ വരുന്നത് എന്നുള്ള വ്യൂ അല്ല ഉള്ളത്. കാരണം മാർക്കറ്റ് ഇവിടെ ഒരു FEG ഉണ്ട്, ഫില്ല് ചെയ്യാത്ത FEG ആണ്. മാർക്കറ്റ് ഈ ഒരു FEGയിലോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറച്ച് പുഷ് ചെയ്തിട്ടുണ്ട്, വീണ്ടും കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്, വീണ്ടും കുറച്ച് പുഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സംതിങ് ഈ ഒരു ഡിസ്ട്രാക്ഷൻ എല്ലാം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ആ ഒരു എൻട്രി മോഡലിലോട്ട് പോവാം. നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ എണിച്ച് നോക്കുന്ന സമയത്ത്, ഇന്നത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ വന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഇന്നത്തെ ദിവസം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ ബ്രേക്ക് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസത്തെ ഓരോ മാർക്ക് വരും. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഇന്നത്തെ ദിവസം, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഇന്നലെ, അതിന്റെ പ്രീവിയസ് ഡേ, ഇങ്ങനെ ഓരോ ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ഡേയ്സിന്റെ ലൈൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് അപ്പൊ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആൻഡ് ദെൻ നമുക്ക് ഈ അടുത്ത ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു 1 hour ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തത് ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് മാർക്കറ്റ് ഇവിടെ എന്തെങ്കിലും ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ എന്തെങ്കിലും ഉണ്ടോ, ഹൈ ടൈം ഫ്രെയിമിന്റെ എന്തെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ആ ഒരു PDRIs ഉണ്ടോ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച്
കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് പ്രൈസ് റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് മോർണിംഗ് അതിൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ നമുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുക. ആൻഡ് ദെൻ നമുക്ക് വേണ്ട നെക്സ്റ്റ് ടൈം ഫ്രെയിം ആണ് 50 മിനിറ്റ് ടൈം ഫ്രെയിം. നമ്മൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഡ്രോപ്പ് ചെയ്തു. 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ടൈം എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ടൈമാണ്. ഇന്ത്യൻ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3 o'clock, അതായത് പുലർച്ചെ 3 മണി, 2:45, 2:30 ആ ഒരു ടൈമിലാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു എല്ലാ സമയത്തും മാർക്കറ്റിൽ എണിച്ചിട്ടിരിക്കല് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ. അതായത് എല്ലാ സമയവും മാർക്കറ്റിൽ നമ്മൾ ഉണർന്നിരിക്കണത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ക്യാഷ്വലായിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് 24 മണിക്കൂറും മാർക്കറ്റിൽ വാച്ച് ചെയ്തിട്ട് ഇരുന്നിട്ട് ഒരു ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയായിരിക്കും നമുക്കിപ്പോ ഈ ഒരു ട്രേഡ് നമുക്ക് കിട്ടുക. അതിന് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നമ്മളിപ്പോ എടുത്തിട്ടുള്ള പെയർ യൂറോ USD അല്ലേ, അതായത് ഈ യൂറോ USD അതാണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ള പെയർ. അപ്പൊ നമുക്ക് ഈ ന്യൂയോർക്കിന്റെ നമുക്ക് ആദ്യം ടൈം സോൺ മാറ്റണം. ഇവിടെ നമുക്ക് മിഡ് നൈറ്റ് ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈം ആണ് നമ്മൾ ഓപ്പണിംഗ് ടൈം ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടൈം സോണിൽ പോവാ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം സോൺ എന്നുള്ളൊരു ഓപ്ഷൻ വരും. നിങ്ങൾ അഥവാ ഫോണിലാണ് നോക്കണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു ലോങ് പ്രസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ പോലെ ഉണ്ടാവും. ഈ ഒരു സെറ്റിംഗ്സിന്റെ ഓപ്ഷനിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വരും. സെറ്റിംഗ്സിന്റെ ഓപ്ഷനിൽ തൊട്ട് വരാമെന്ന് അറിയില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലോങ് പ്രസ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ പോപ്പപ്പ് ആവും. ഓക്കെ, ടൈം സോണിൽ പോവുക. ടൈം സോണിൽ പോയിട്ട് ഈ ഒരു ടൈം കണ്ടോ, അതായത് UTC -4 ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യാം. ആൻഡ് ദെൻ നിങ്ങൾക്ക് അതിൽ വേണ്ടത് ഏതാണ് നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക? മിഡ് നൈറ്റ്. ഞാൻ പറഞ്ഞു മിഡ് നൈറ്റ് ന്യൂയോർക്ക് ടൈമാണ് നമുക്ക് എടുക്കുക. മിഡ് നൈറ്റ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ 0.00 ഈ ഒരു ടൈം ഉണ്ടോ, അതായത് ഈ ഒരു ക്യാൻഡലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഇതായിരിക്കും നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഈ ക്യാൻഡലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ആണ് നമ്മുടെ ആ ഒരു ഡേ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു വേറെ കളറിൽ എടുക്കുക ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം മാർക്കറ്റിൽ. അതായത് പ്രീവിയസ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് എടുത്തില്ലേ, ഓപ്പണിംഗ് പ്രൈസ് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് മാർക്കറ്റ് വേറെ ഞാൻ ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്താ വേണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഓപ്പണിംഗ് പ്രൈസിന്റെ മുമ്പത്തെ പ്രീവിയസ് ലിക്വിഡിറ്റി ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടു. ആ ഒരു പ്രീവിയസ് ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? മാർക്കറ്റ് ഒരു ബിയറിഷ് എൻട്രിയിൽ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളൊരു മാർക്കറ്റിന്റെ ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂ നമുക്ക് ബിയറിഷിലോട്ടല്ല ഉള്ളത്. അപ്പൊ ബിയറിഷിലോട്ട് ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു ബിയറിഷ് എൻട്രിയല്ലേ വേണ്ടത്. അപ്പൊ ബിയറിഷ് എൻട്രിക്ക് നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ബിയറിഷ് എൻട്രി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് ബിയറിഷ് MSS ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ ബുള്ളിഷ് എൻട്രി ആണ് നോക്കണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് ബുള്ളിഷ് MSS ആണ് നമുക്ക് ബുള്ളിഷ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടത്. ബിയറിഷ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ബിയറിഷ് MSS അല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കണം. ഇവിടെ നമുക്ക് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് വേണം? മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ ഒരു FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, MSS ക്രിയേറ്റ് ചെയ്തു. MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു FEGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു FEGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ സ്വിംഗ് ഹൈയിലോട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കുക. ഓക്കെ,
ആൻഡ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നതാണ് നമുക്ക് ഇത്തിരി ട്രിക്കി ആയിട്ട് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള ടാർഗറ്റ് ഫൈൻഡ് ചെയ്യല് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 1:2 അല്ലെങ്കിൽ 1:3 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ലിക്വിഡിറ്റി നോക്കണം. ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലോന്റെ അടിയിലും ഈ ഒരു ലോന്റെ അടിയിലും ഈ ഒരു ലോന്റെ അടിയിലും ഈ ഒരു ലോന്റെ അടിയിലും എല്ലാ ലോസിന്റെ അടിയിലും മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമുക്ക് ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ആണ്. അതായത് പ്രീവിയസ് ഡേ ലോ ആണത്. അതായത് മനസ്സിലായോ, പ്രീവിയസ് ഡേ ക്യാൻഡലിന്റെ ലോ ആണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു ടി പി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. ഇതെങ്ങനെയാണ് പ്രീവിയസ് ഡേന്റെ ലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ലൈൻ തൊട്ട് ഈ ഒരു ലൈൻ വരെയാണ് ഇന്നലത്തെ ദിവസം. ഇന്നലത്തെ ദിവസം ഏറ്റവും ലോയിലോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ അല്ലേ. ഈ ഒരു ദിവസത്തെ ഏറ്റവും ലാസ്റ്റ് ലോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അത് നമുക്ക് ജസ്റ്റ് 1 ഡേ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു 1 ഡേ ടൈം ഫ്രെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നലത്തെ ലോ നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിടാൻ പറ്റും. കണ്ടോ, ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോ, അതായത് ട്യൂസ്ഡേന്റെ ലോ, ആ ലോ ആണ് നമ്മളിവിടെ ടി പി ആയിട്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ടൈം ഫ്രെയിമിൽ തന്നെ പോവാ, 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ പോവാ. ഇതൊരു നല്ല ലിക്വിഡിറ്റി പോയിന്റ് ആണ്. അതേപോലെ തന്നെ അതിന്റെ അടിയിൽ ഈ ഒരു ലോസ് കണ്ടോ, ഇതും ഒരു നല്ല ലിക്വിഡിറ്റി പോയിന്റും ആണ്. ഓക്കെ, ഈ ഒരു രണ്ട് ലോ ആണ് നമ്മൾ മെയിൻ ടാർഗറ്റ് പോയിന്റ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവാം. നമുക്ക് അത് ജസ്റ്റ് എന്നിട്ട് നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡ് എങ്ങനെയാ വരുന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് നോക്കണം. നമ്മൾ ഈ ഒരു എഫിജിന്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിംഗ് ഹൈന്റെ മേലെ കൊണ്ട് വെച്ചു. ഇവിടെ നമുക്ക് ടാർഗറ്റ് വെക്കുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു 2.69, അതായത് 1:2.69 റിസ്ക് റിവാർഡാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു ലോയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1:5ന്റെ അടുത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് മാർക്കറ്റ്, അതായത് ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് പൊസിഷൻസ് നിങ്ങൾ ഈ ഒരു ലോയിലോട്ട് വരുന്ന സമയത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വേണം നമുക്ക് ആ ഒരു നമ്മുടെ ക്യാപിറ്റലിനെ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡിനെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായോ, നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്യണം. പാർഷ്യൽസ് കാരണം നമുക്ക് ഇത്രത്തോളം മാർക്കറ്റ് വന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് മേലോട്ട് പോയി സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രത്തോളം വന്ന പ്രോഫിറ്റ് നമ്മൾ മാർക്കറ്റിൽ മിസ് ഔട്ട് ചെയ്യുന്ന പോലെ ആവില്ലേ. നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യം വരാൻ പറ്റില്ല മീൻസ് മാർക്കറ്റ് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ബ്രേക്ക് ഇവനിലോട്ട് കൊണ്ടുവയ്ക്കണം. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതായത് മാർക്കറ്റ് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം നമ്മൾ അത് റിസ്ക് ഫ്രീ ട്രേഡ് ആണ്. മനസ്സിലായോ, മാർക്കറ്റിൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത പോലെയാണ്. നമുക്ക് ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമുക്ക് ബാക്കി അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണസ് പോയിന്റ്സ് ആണ്. മനസ്സിലായോ, അങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് ഇവിടം വരെ മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു പോയിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് വേണമെങ്കിൽ ചെറുതായിരിക്കും, പക്ഷെ നിങ്ങൾ ആ ലോങ് ടേമിക്ക് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വലുതായിരിക്കും. മനസ്സിലായോ, ലോങ് ടേമിക്ക് വേണം നമ്മൾ ചിന്തിക്കണമെങ്കിൽ. നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രോഫിറ്റ് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ആ ഒരു ലോങ് ടേം, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു പ്ലാൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർ ടു നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.